ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു കർക്കിടകക്കഞ്ഞിയാണ്. അപ്പോൾ ഈ കർക്കിടകക്കഞ്ഞി കർക്കിടക മാസത്തിലെ ഏറ്റവും നല്ലൊരു ഔഷധ കഞ്ഞിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 1 ലിറ്റർ വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ പച്ചമരുന്ന് ചൂർണം ഇട്ട് കൊടുക്കുക. ഈ പച്ചമരുന്ന് ചൂർണം 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ തെളി ഉപയോഗിച്ചാണ് ഈ കഞ്ഞി വയ്ക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞി വളരെയധികം ശരീരത്തിന് നല്ലതാണ്, പ്രതിരോധ ശക്തി കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ഈ മഴക്കാലത്ത് പലതരം അസുഖങ്ങളൊക്കെ വരാം, അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു പ്രതിരോധം കിട്ടും ഈ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് 7 ദിവസം കുടിക്കണം. 7 ദിവസം രാത്രിയിൽ അത്താഴത്തിന് പകരമായിട്ട് കുടിക്കുക. അപ്പം നമ്മളിതിന് എടുത്തിരിക്കുന്നത് 1 കപ്പ് ഞവരയരി. ആ 1 കപ്പ് ഞവരയരി എന്ന് പറയുന്നത് ഒരു ചെറിയ മെഷർമെൻറ്റ് കപ്പാണ് ഇതിനെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെറുപയർ, 1 സ്പൂൺ ആശാളിയും ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ തെളി നമുക്ക് ഒരു മൺകലം, ചെറിയൊരു മൺകലമാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഈ തെളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ തെളി ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞവരേരിയും ചെറുപയറും ആശാളി ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വേവുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണം. അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വയ്ക്കണം. അവസാനം നമുക്കിത് താളിച്ചൊഴിക്കാനാണ്. പിന്നെ ഈ പാലെല്ലാം റെഡിയാവുന്ന സമയത്ത് ഇത് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പിടുക. നന്നായി വെന്തു എന്ന് കണ്ടാൽ അതിലേക്ക് 1 സ്പൂൺ പൊടിമരുന്നും കൂടി ചേർത്ത് കൊടുക്കുക. പൊടിമരുന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് 1 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമുക്കൊരു ചെറിയ പാൻ അവിടെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യ് ഇട്ടാണ് ഈ ഉള്ളി വറക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ മൂത്ത് വരുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഉപയോഗിച്ചാൽ ചൂടോടെ വേണം ഇത് കഴിക്കാൻ. ഇങ്ങനെ കഴിച്ചാൽ അത് നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.